നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. വാഹന ഗ്ലാസുകളിൽ സേഫ്റ്റി ഗ്ലാസിംഗ് നിയമലംഘനമല്ലെന്ന് വ്യക്തമാക്കി കേരള ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് 2024 സെപ്റ്റംബർ 10-നാണ്. 1989 കേന്ദ്ര മോട്ടോർ വെഹിക്കിൾ ചട്ടപ്രകാരം 100-ൽ 2021 ഏപ്രിൽ 1-ന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി കണക്കിലെടുത്തായിരുന്നു മാനദണ്ഡം പാലിച്ച് സേഫ്റ്റി ഗ്ലാസിംഗ് ആകാം എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയത്. എന്നാൽ ഈ ഉത്തരവ് മറ്റ് സംസ്ഥാനങ്ങൾ കണക്കിലെടുക്കുന്നില്ല എന്നും പരാതിയുണ്ട്. അത് നിയമപരമായി തെറ്റാണ്. വാഹനത്തിന്റെ മുമ്പിൽ ഗ്ലാസുകളിൽ 70%, സൈഡ് ഗ്ലാസുകളിൽ 50% പ്രകാശം കടന്നു പോകുന്ന വിധം സേഫ്റ്റി ഗ്ലാസിംഗ് ആകാം. 2021 മുമ്പ് വരെ സേഫ്റ്റി ഗ്ലാസ് എന്ന് മാത്രമാണ് നിയമത്തിൽ പറഞ്ഞിരുന്നത്. ചട്ടഭേദഗതി കൊണ്ടുവന്നപ്പോൾ സേഫ്റ്റി ഗ്ലാസ് എന്നതിനോടൊപ്പം തന്നെ സേഫ്റ്റി ഗ്ലാസിംഗ് എന്നുകൂടി ചേർത്തു. ഇതോടെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള സേഫ്റ്റി ഗ്ലാസിംഗ് ഗ്ലാസുകളിൽ ഒട്ടിക്കുക എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. സേഫ്റ്റി ഗ്ലാസിംഗ് പ്ലാസ്റ്റിക് വാഹനോടമയ്ക്ക് ഒട്ടിക്കുക എന്നും കോടതി വ്യക്തമാക്കി. എല്ലാത്തരം കാറുകൾക്കുമാകാം. IAS 2553 പാർട്ട് 2 2019 എന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡാണ് ഇക്കാര്യത്തിൽ പാലിക്കേണ്ടത്. നേരത്തെ വിലക്ക് വന്നതെങ്ങനെ? അഭിഷേക് ഗോയ കേസിലെ 2012 സുപ്രീം കോടതിയാണ് വാഹന ഗ്ലാസുകളിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നത് വിലക്കിയത്. സേഫ്റ്റി ഗ്ലാസ് ഇല്ലാതെ മറ്റൊന്നും പാടില്ല എന്നായിരുന്നു നിയമത്തിൽ പറയുന്നത്. എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉത്തരവ്. പിന്നീട് പലരും സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ചട്ടങ്ങൾ ഭേദഗതി കൊണ്ടുവരേണ്ടത് നിയമനിർമ്മാതാക്കളാണെന്ന് പറഞ്ഞ് മാറ്റം അനുവദിച്ചില്ല. എന്നാൽ 2021 ചട്ട ഭേദഗതിയിലൂടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നതായി വിലയിരുത്തുന്നതായി സേഫ്റ്റി ഗ്ലാസിംഗ് ഒട്ടിക്കുക എന്ന ഉത്തരവ് വന്നത്. പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിൽ വ്യക്തത വരുത്തി ഏത് ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവും രാജ്യത്തെ എല്ലായിടത്തും ബാധകമാണ് എന്ന് സുപ്രീം കോടതി കുസ്മും ഇൻഡഗൂസ് കേസ് 2004 വ്യക്തമാക്കിയതാണ്. അതിനാൽ കേരള ഹൈക്കോടതി ഉത്തരവ് മറ്റ് സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. എന്നാൽ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ ഭരണപരമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടില്ലാത്തതിനാൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ പിഴ ചുമത്താൻ സാധ്യതയുണ്ട്. അതത് സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികളെ സമീപിക്കുകയേ നിർവാഹമുള്ളൂ. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ സുപ്രീം കോടതിയോ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി ഉത്തരവ് പുറപ്പെടുവിക്കണം.